ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എൻ്റെ മാൻഡേറ്ററി ഓഫാണ്. അപ്പോൾ ഈ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാലത്തെണീറ്റ് നേരെ പള്ളിയിൽ പോവും. പള്ളിയിൽ നിന്ന് ജുമുഅ കഴിഞ്ഞ് പിന്നീടായിരിക്കും നമ്മുടെ എന്തെങ്കിലും ഔട്ടിങ് അങ്ങനെ എന്തെങ്കിലും ആ വഴിക്ക് നീങ്ങുണ്ടാവുക. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് എന്താ പറയുക, ജുമുഅക്ക് ശേഷം നമ്മൾ പോയത് ഇപ്പം വിൻ്ററൊക്കെ വരാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ഗ്ലൗ, അതുപോലെ ഷംസീർ ഉണ്ടായിരുന്നു കൂടെ. അവന് എന്തൊക്കെ ഷോക്സ് സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അതിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പോകും വഴിയുള്ള ചില കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്ര തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് കാണാനൊക്കെ വളരെ അടിപൊളി കേട്ടോ. കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ, പക്ഷെ ഇവിടുത്തെ ലിവിങ് സ്റ്റൈലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ആർക്കായാലും, ഈവൻ ഗേൾസ്, ബോയ്സ്, ഫാമിലി മാൻ, ആരായാലും. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ സർവൈവ് ചെയ്യാൻ വളരെ പാടാണ്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജോബ് അത് കിട്ടാനും ഭയങ്കര പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ക്വാളിഫൈഡ് ആണെങ്കിലും നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് മസ്റ്റാണ്. ഏത് കൺട്രി പോകുകയാണെങ്കിലും ലാംഗ്വേജ് പ്രിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നൊരു സംഭവമാണ്. അപ്പം ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടും. ഇപ്പോൾ യൂട്യൂബേഴ്സ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഭവം കിട്ടുമായിരിക്കും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് നല്ല ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. IT ഫീൽഡാണെങ്കിൽ സ്പെഷ്യലി ഇവിടെയൊക്കെ നല്ല ജോബാണ്, കിട്ടാൻ ചാൻസ് കൂടുതൽ. അതും എങ്ങനെ ലാംഗ്വേജ് പ്രിഫറൻസ് അവർക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മീൻസ് എനിക്ക് അങ്ങനെ IT ഫ്രണ്ട്സ് ഒന്നുമില്ല. സോ അപ്പോൾ വരുന്ന ആളുകൾക്ക് വരാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പൊക്കെ അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ ഈവൻ നമ്മുടെ ലിവിങ് സ്റ്റൈല്, അതേപോലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏരിയ, അതുപോലെ നമ്മുടെ ജോബ്, അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബിഗ് ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പം നമ്മുടെ കയ്യിൽ കാശിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലേക്കോട്ടെ അതിനൊക്കെ നമുക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ക്യാഷിനനുസരിച്ചായിരിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നുണ്ടാവുക. ആരുടെയും വ്ളോഗോ അല്ലെങ്കിൽ റീൽസോ ഒന്നും കണ്ടിട്ടൊന്നും ഒരിക്കലും അതാണ് യൂറോപ്പിലെ ലൈഫ് സ്റ്റൈൽ എന്ന് ആരും വിചാരിക്കാൻ പാടില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും കൊണ്ടു നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യമല്ല. സോ വരുന്ന ആളുകളൊക്കെ വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വരികയാണ്, ഇപ്പോൾ സ്റ്റുഡൻ്റായി വരുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ പിന്നെ പാർട്ട് ടൈം ചെയ്യാമെന്ന് പറയും. ഈ പാർട്ട് ടൈം തരുന്ന ജോബ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ബില്ലടിക്കല സംഭവങ്ങളൊന്നായിരിക്കും. നല്ല ഹാർഡ് വർക്കായിരിക്കും തരുന്നുണ്ടാവും. നല്ല പട്ടിപ്പണി എന്ന് പറയാം, ശരിക്കും പട്ടിപ്പണി എന്ന് പറയാം. ആ പട്ടിപ്പണിയൊക്കെ ചെയ്ത് അത് പ്രോപ്പറായിട്ടുള്ള രീതി ചെയ്താൽ മാത്രമേ നമുക്ക് കാശ് കയ്യിൽ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാശ് സ്പെൻഡ് ചെയ്യാനും വേണ്ടി വരും ഒരുപാട്. ഇപ്പം ഇങ്ങോട്ട് യൂറോപ്പ് കയറി വരുന്നത് വെച്ചാൽ ഈസിയല്ല. ഇപ്പോൾ ഓരോ ഏജൻസി വഴിയാണ് നമ്മൾ വരുന്നുണ്ട്. അപ്പം അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നമ്മളെടുത്ത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ലക്ഷങ്ങൾ ചോദിക്കും. ആ ലക്ഷങ്ങൾക്ക് ഇവിടേക്ക് ശരിക്ക് ആവശ്യകത ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് വരാനുള്ള ക്യൂരിയോസിറ്റി കാരണം നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ നിങ്ങൾ എത്ര ലക്ഷമാണോ ചോദിക്കുന്നത് നമ്മൾ തരാം. ഓക്കെ, ലക്ഷങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത കാശോ ഒന്നിനും ഒരു വാല്യൂ കാണാൻ പറ്റുന്നുണ്ടാവില്ല. സോ എല്ലാവരും ആ കാര്യമൊക്കെ ടേക്ക് കെയർ ചെയ്യുക. ഏത് ഏജൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അന്വേഷിക്കുക. ഇനിയിപ്പോൾ എത്ര നിങ്ങൾ അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവർ പറയുമ്പം എന്താ പറയുക, നമ്മളെ വായിത്തോരാത്ത ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ തന്ന് യൂറോപ്പ് അങ്ങനെയാണ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജോലി, ആ കാർഡ് ഈ കാർഡ് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വീടുണ്ടാവുക. ബട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതൊക്കെ എന്താ പറയുക, നല്ല മനസ്സോട് കൂടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വരാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീടിനിടം സ്വർഗം എന്നുള്ളൊരു സിസ്റ്റമാണ് എൻ്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ സ്പെൻഡ് ചെയ്ത മണി എനിക്ക് റിട്ടേൺ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ വിൽ ബി സ്കൂട്ട് ഫ്രം ദിസ് കൺട്രി. ബിക്കോസ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ എത്രയോ മോർ ഫാർ ബെറ്ററാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റൊക്കെ. നമുക്ക് ലിവിങ്ങും എല്ലാം ഫ്രണ്ട്ലിയാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫൈൻഡ് ദ ഗുഡ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് വെരി ഹാർഡ്. സോ എല്ലാവരും വളരെയധികം ചിന്തിച്ചും പ്രവർത്തിച്ചും കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സോഴ്സ് ഒരുപാട് നാട്ടിൽ കാണും. ഒരുപാട് ഇൻ്റർവ്യൂസും സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് കുഴികളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടാവും. ആ കുഴികളിൽ ചാടിയിട്ട് അവിടെ നിന്ന് എണീക്കാൻ പറ്റാണ്ട് പിന്നെ ഇവിടെ നമ്മൾ പെട്ടുപോകുന്ന കുറേ ടീംസ് ഉണ്ട്. ഇവൻ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ 6 മന്ത് വിസക്കൊക്കെ വന്നു കഴിഞ്ഞാൽ
ആ 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഏത് കൺട്രിയിലാണ് ആ കൺട്രിയിൽ നിന്ന് പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസറെ കണ്ടെത്തണം. ഈ സ്പോൺസർ കാർഡ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാർഡ് ആക്സസ് വരുള്ളൂ. ഈ കാർഡ് ആക്സസ് വന്നാൽ മാത്രമേ നമുക്ക് നാട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഇത് കേൾക്കുക, കേട്ടതിന് ശേഷം ഡിസൈഡ് ചെയ്യുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വരുന്ന സമയത്തൊക്കെ ശരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വേണ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളൊരു വീട് വാർക്കലിന് പോകുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങളാണ് കൊണ്ടുവന്ന് കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത്ര റിച്ച് ആയിരിക്കണം. റിച്ച് പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കയറുക. നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങൾക്ക് ആർമാദിക്കാനൊക്കെ ഇഷ്ടം പോലെ സോഴ്സ് ഇവിടെ നമുക്ക് യൂറോപ്പിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ തിങ്ക് ആൻഡ് ഡു ദ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി ഇരുന്നൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.